Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Fa inna khayral kalami kalamullah wa khayral hadi hadi sayyidina Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Bismillahi ma sha Allahu kan la hawla wa la quwwata illa billahil aliyyil azim wa la hawla wa la quwwata illa billahil aliyyil azim wa la hawla wa la quwwata illa billahil aliyyil azim. ബഹുമാനപ്പെട്ട അഹമ്മദ് മർസൂഖിൽ ഹസനി റഹിമഹുല്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മോട് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം. അത് 25 പ്രവാചകന്മാരെ കുറിച്ച് വിശദമായ നിലക്ക് നാം തഫ്സീൽ നിലക്ക് നാം വിശ്വസിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പ്രവാചകന്മാർ തന്നെ ഖുർആനിൽ പറയാത്ത ഒരുപാട് പ്രവാചകന്മാരുണ്ട്. പ്രവാചകനാണെന്ന് പറയുകയും പേര് പറയാതിരിക്കുകയും ചെയ്ത അസ്ബാത്തുകൾ എന്ന് പറയുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ 12 മക്കളിൽ നിന്ന് ഒരു യൂസുഫ് എന്ന് പറയുന്ന അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒറ്റ പ്രവാചകനെ അല്ലാതെ മറ്റാരെയും പേരെടുത്ത് പരാമർശിക്കാത്തതായ അസ്ബാത്തുകളെ കുറിച്ച് നാം അവരും പ്രവാചകന്മാരാണെന്ന് ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അവരും പ്രവാചകന്മാർ തന്നെയാണെന്ന് വിശ്വസിക്കൽ, നമുക്ക് മൊത്തത്തിൽ വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പിന്നെ ഖിദർ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചും യൂഷൈബിന് നൂന് എന്ന പ്രവാചകനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദുൽഖർനൈനിയും അതുപോലെ തന്നെ തുബ്ബ തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ പ്രവാചകന്മാരല്ല, അവർ സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് അസഹാരിക്കുന്ന അഭിപ്രായം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ 25 പ്രവാചകന്മാരെ കുറിച്ചിട്ടുള്ളത് നമുക്ക് നിർബന്ധമായും അത് വിശദമായിട്ട് നിൽക്ക് തന്നെ നാം പഠിക്കുന്ന നിർബന്ധമാണ്. അതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പിന്നെ പറഞ്ഞത്. ആരൊക്കെയാണ് ആ 25 പ്രവാചകന്മാർ? ആ 25 പ്രവാചകന്മാർ കാണാതെ പഠിക്കാൻ നിർബന്ധമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതെല്ലാവർക്കും അറിയില്ലേ 25 പ്രവാചകന്മാരെ? അതറിയാനുള്ള ഏറ്റവും നല്ല ലളിതമായ മാർഗമാണ് നമ്മുടെ ഈ ബെയ്ത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കണ്ടോ, തഫ്സീലു 25 ലസിം കുല്ല മുകല്ലഫിൻ ഫഹഖിഖ വഗ്തനിം ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദ് മഅ സ്വാലിഹ് വ ഇബ്രാഹീം കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യഖൂബു യൂസുഫു വ അയ്യൂബ് ഇഹ്തദാ ശുഐബു ഹാറൂനു വ മൂസാ വൽ യസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബഅ ഇല്യാസു യൂനുസു സക്കരിയ യഹ്യ ഈസാ വതഹ ഖാതിമുൻ ദഗയ്യാ. ഈ ഖാതിം എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? ആരാ അവസാനം പറഞ്ഞ ഖാതിം എന്ന് പറഞ്ഞത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. കേട്ടില്ലേ? അങ്ങനെ 25 പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ആ വിവരണത്തിലൂടെ നാം വിശ്വസിക്കാൻ നിർബന്ധമാണ്. പിന്നെ അതെ, അപ്പോൾ ഈ ബെയ്ത്ത് കാണാതെ പഠിക്കുക. കേട്ടില്ലേ? ഇത് വെറും ഒരു നേരം പോക്കിനല്ല സുഹൃത്തുക്കളെ. ഈ ബെയ്ത്ത് കാണാതെ പഠിക്കുന്നത് നമുക്ക് നിർബന്ധമായ കാര്യമല്ലേ? നിസ്കരിക്കുക നിർബന്ധമായതുപോലെ, നോമ്പ് നോക്കുക നിർബന്ധമായതുപോലെ, ഇങ്ങനെ നിർബന്ധമായ കാര്യമുണ്ടല്ലോ. അതുപോലെ 25 പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ പേരും ആ പേരും മനസ്സിലാക്കിക്കൊണ്ടിട്ട് അവരിൽ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെയ്ത്ത് പറഞ്ഞത് ഇത് ആകെ ഒരു കുറഞ്ഞ ബെയ്ത്തുകൾ മാത്രമേ ഉള്ളൂ. 54 ബെയ്ത്തേ ഉള്ളൂ. അത് പിന്നെ സൗകര്യം പോലെ ഓരോരുത്തരും ഒഴിവ് പോലെയൊക്കെ പഠിക്കാൻ സാധിക്കില്ല എന്ന് ആരും കരുതണ്ട. അതൊക്കെ ശ്രമിച്ചാൽ പഠിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രയാസമൊന്നും ഇതിലുണ്ടാവില്ല. മനസ്സ്, അതായത് ഹിമ്മത്തുണ്ടെങ്കിൽ, അസീമത്തുണ്ടെങ്കിൽ, മനക്കരുത്തുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അത്രമാത്രം പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ എത്ര വയസ്സായ ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണെങ്കിൽ അയാൾ ഡ്രൈവിംഗ് പഠിക്കും.
എനിക്ക് വയസ്സായി പോയിട്ടുണ്ട്, ഞാനിപ്പോൾ മദ്രസ പോകുന്ന കുട്ടിയാണെങ്കിൽ ഡ്രൈവിംഗ് അടിക്കുക, അങ്ങനെ കണക്കില്ലല്ലോ. അത് ഏത് വയസ്സായെങ്കിലും ഡ്രൈവിംഗ് എടുക്കുകയാണെങ്കിൽ അയാൾ ശ്രമിച്ചാൽ അയാൾക്ക് നടക്കും. ഇതുപോലെ ഏത് കാര്യം നാം കാണാതെ പഠിക്കണമെന്നും അത് പിന്നെ മനസ്സിലാക്കണമെന്നൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്കത് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായ നിലക്കും ഈ പദ്യങ്ങളൊക്കെ കാണാതെ പഠിക്കുക. പ്രവാചകന്മാരുടെ പേരുകളൊക്കെ ഉൾക്കൊള്ളുന്നതും വലിയ പ്രതിഫലമുള്ള മഹത്തായ കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മളിത് പറഞ്ഞു അലൈഹിമിസ്സലാത്തു വസ്സലാമു വആലിഹിം മാദാമത്തിൽ അയ്യാമു. നമ്മൾക്ക് ഇന്ന് പറയാനുള്ള ആരറിയോ? അപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് ചർച്ച തൽക്കാലം അവിടെ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും കിതാബ് വരുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അപ്പോൾ അവിടെ വിശദീകരിക്കാം. അപ്പോൾ പിന്നെ മൊത്തത്തിൽ നാം മനസ്സിലാക്കി, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, പിന്നെ പ്രവാചകന്മാരെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ ഇനി ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർകൾ പറയുന്നത് ഏതാണ്? മലക്കുകളെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കുന്ന വിവരണമാണ്. ബഹുമാനപ്പെട്ട പറയുന്നത് വൽമാലകുല്ലദീ ബിലാ ആബിൻ വഉം ലാ അക്ല ലാ ശുർബ വലാ നൗമ ലഹും തഫ്സീലു അശ്രിൻ മിൻഹു ബു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായീലു മുൻകറുൻ നകീറുൻ വറഖീബുൻ വകദ ആതീദു മാലികുൻ വറിദ്വാനുൻ ഖുദാ റിദ്വാനു ഇഹ്തദ. ഇങ്ങനെ വൽമാലകുല്ലദീ ബിലാ ആബിൻ വഉം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ കുറേ കാലമായില്ലേ അറബി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അത്രമാത്രം വളരെ ലളിതമായ രീതിയിലാണ്. വൽമാലകുല്ലദീ ബിലാ ആബിൻ വഉം ലാ അക്ല ലാ ശുർബ വലാ നൗമ ലഹും. വൽമലക്കുല്ലദീ, മലക്ക് എന്ന് പറഞ്ഞാൽ അല്ലദീ ഒരു വ്യക്തിയാണ്. ബിലാ അബിൻ വ ഉമ്മിൻ, അവർ മാതാപിതാക്കൾ മുഖേന ഉണ്ടായവരല്ല. മാതാവും പിതാവും മുഖേന സന്താനമായി ജനിച്ചവരൊന്നുമല്ല അവർക്ക് മാതാവില്ല പിതാവില്ല. വൽമാലകുല്ലദീ ബിലാ ആബിൻ വ ഉമ്മയും അബുമില്ലാതെ ഉള്ളവരാണ് മലക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ലാ അക്ല ലാ ശുർബ വലാ നൗമ ലഹും, തീറ്റിയോ ലാ അക്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തിന്നേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല, തീറ്റിയില്ല. ലാ ശുർബ, കുടിയുമില്ല, തിന്നലില്ല, കുടിയില്ല. വലാ നൗമ ലഹും, അവർക്ക് അങ്ങനെ ശാരീരിക ക്ഷീണം കൊണ്ട് ഉറങ്ങേണ്ട കാര്യവുമില്ല, ഉറക്കുമില്ല. കണ്ടില്ലേ? തീറ്റിയില്ല, കുടിയില്ല, ഉറക്കുമില്ല, ഉപ്പിയില്ല, ഉമ്മിയില്ല. പാവം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് കിട്ടിയിട്ട് അതൊക്കെ ആവശ്യം ഉണ്ടായിട്ട് കിട്ടാതെ നിൽക്കുമ്പോഴല്ലേ ഉപ്പില്ല, ഉമ്മയില്ല, തീറ്റും കുടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കിട്ടാത്തത് കൊണ്ടാണോ? അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ലാ ബിലാ അബിൻ വ ഉമ്മിൻ ലാ അക്ല ലാ ശുർബ, തിന്നാനും വേണ്ട, കുടിക്കാനും വേണ്ട, ഉറങ്ങുകയും വേണ്ട. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് മലക്കുകൾ വന്നില്ലേ? നല്ല ചുറുചുറുക്കുള്ള സുന്ദരക്കുട്ടപ്പന്മാരായിട്ട്. മലക്കുകൾ പൊതുവെ നല്ല സൗന്ദര്യമുള്ളവരാണ്. മലക്കുകൾ പൊതുവെ നല്ല സൗന്ദര്യമുള്ളവരാണ്. അവരെ ജമാല് അതിനെ ഉദാഹരണമായിട്ട് എടുത്തു പറയാറുണ്ട്. ആ മലക്കുകൾ തന്നെ അതിസുന്ദരന്മാരായ നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇബ്രാഹിം നബി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതിഥികൾ കിട്ടുക എന്നുള്ളത് ഇബ്രാഹിം നബി സംബന്ധിച്ച് വലിയ താല്പര്യമുള്ള കാര്യമാണ്. വേഗം തന്നെ നല്ലൊരു പശുവിനെ അറുത്ത് വേവിച്ച് കൊണ്ടുകൊടുത്തപ്പോൾ അപ്പോഴാണ് കാര്യം പറഞ്ഞത്. ഓലെടുത്താൽ കൊണ്ടുവച്ച് ഓൽക്ക് തിന്നാനുള്ള യാതൊരു പരിപാടിയില്ല, അങ്ങനെ ഇരിക്കുക തന്നെ. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ഇതെന്താണ് സംഭവം, ഒരു ഭയം ഉള്ളിലേക്ക് വന്ന് ഫൗജസമിന്നും ഖൈഫത്തൻ. മനസ്സിലായില്ലേ? ഒരു പേടി ലൂത്ത് നബിൻ്റെ അടുത്തേക്കല്ലല്ലോ, ലൂത്ത് നബിൻ്റെ കൗമിനെ കൊല്ലാൻ വേണ്ടിയല്ലേ. ലൂത്ത് നബിയുടെ PM-ന് മറുപടി പറയാം സുഹൃത്തുക്കളെ. ലൂത്ത് നബിയുടെ കൗമിനെ നശിപ്പിക്കാൻ വേണ്ടി ആരെ വീട്ടിലേക്കാണ് ചെന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്കാണ് ചെന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വെച്ചുകൊണ്ടാണ് സംഭവം ഉണ്ടായത്. നല്ല ഒരു പശുവിനെ അറുത്തുകൊണ്ട് പിന്നെ മുമ്പിലേക്ക് ഉച്ചെടുത്തപ്പോൾ അവർ തിന്നുന്നില്ല. എന്താ കാരണം? മലക്കൊക്കെ വേണ്ടല്ലോ. അതാ പറഞ്ഞത് ലാ ശുർബ
ലാ അക്ല ലാ ശുർബ വലാ നൗമ ലഹും, തീറ്റയില്ല, കുടിയില്ല, ഉറക്കുമില്ല. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് നോക്കുക, നമുക്ക് പിന്നെ കുറച്ച് വിശദീകരിക്കാനുണ്ട്. ഏതായാലും നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പിന്നെ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താ നമുക്ക് വേണ്ടത്? അവർക്ക് മാതാപിതാക്കളില്ല, അവർ സന്താനങ്ങളല്ല, അവർ പെൺമക്കളല്ല, ആണുമല്ല പെണ്ണുമല്ല. അവർ ആണുമല്ല പെണ്ണുമില്ല, മാതാപിതാക്കളില്ല, തീറ്റയില്ല, കുടിയില്ല, അതുപോലെ തന്നെ പരസ്പരം പിന്നെ നിക്കാഹ് ചെയ്യുകയില്ല, ഉറക്കമില്ല, ക്ഷീണമില്ല. അള്ളാഹുവിൻ്റെ പെൺമക്കളും അല്ല, അള്ളാഹുവിൻ്റെ ആൺമക്കളും അല്ല. മലക്കുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ ആൺമക്കളാണെന്ന് വിശ്വസിച്ചാൽ എന്താ അവൻ്റെ വിധി? മലക്കുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ ആൺമക്കളാണെന്ന് വിശ്വസിച്ചവൻ മുബ്തദിയാവുന്ന, ഫാസിഖാവുന്ന, മനസ്സിലായില്ലേ? പെൺമക്കളാണെന്ന് വിശ്വസിച്ചാൽ കുറച്ചുകൂടി ഗൗരവം കൂടി. അപ്പോൾ മലക്കുകളൊക്കെ ആണുങ്ങളാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മുബ്തദിയും ഫാസിഖുമായെന്ന് സുഹൈമി എന്നിവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ശരിയായ ഇതും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബാജൂരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പുരുഷന്മാരാണെന്ന് വിശ്വസിക്കരുത്. പക്ഷെ അത്തരമുള്ള ആളുകൾ പിന്നെ അവർ കാഫിറാണോ എന്നുള്ള രണ്ട് അഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് അവർ കാഫിറാണെന്ന് തന്നെ, കേട്ടില്ലേ? അതെ, അവർ മലക്കുകളെ സംബന്ധിച്ച് അവർ പുരുഷന്മാരാണെന്ന് വിശ്വസിച്ചവൻ ആരായിത്തീരും? കാഫിറായി തീരുമെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. മനസ്സിലാക്കണം. അപ്പൊ അത് ഗൗരവമുള്ളതല്ലേ? തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ്. മലക്കാന്ന് വെച്ചത് ആണെന്ന് മനസ്സിലാക്കണ്ട എടാ. എന്നാ പെണ്ണാന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അവരുടെ രൂപം എങ്ങനെയാന്ന് അല്ലാഹു തആല നമുക്കൊക്കെ രൂപം കാണാൻ തൗഫീഖ്. സ്വർഗത്ത് കിടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലക്കളുടെ രൂപമൊക്കെ ശരിക്കും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഫബസറുക്കൽ യൗമ ഹദീദ് എന്ന് പറയുന്നത്. അപ്പം നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ കാഴ്ച അങ്ങോട്ട് കൂടും. ഇപ്പോഴേ പലതും കാണും നമുക്ക്. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് മലക്കുകളെ കാണാനും മുസാഫഹത്ത് ചെയ്യാനൊക്കെ തൗഫീഖ് നൽകട്ടെ. ദുനിയാവിൽ തന്നെ മുസാഫഹത്ത് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ട് എന്നുള്ള. ദുനിയാവിന് തന്നെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും അല്ലേ? അതെങ്ങനെയാണ് ദുനിയാവിന് മുസാഫഹത്ത് ചെയ്യാന്ന് വെച്ചാൽ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് സഹാബത്ത് വാദിങ്ങനെ കേൾക്കും, ഉപദേശങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ച് അവർ ഏതോ ഒരു ലോകത്തെത്തിപ്പോകും. പക്ഷെ റസൂലുള്ളാഹിന്റെ വീട് വിട്ടുപോയി സ്വന്തം വീട്ടിലേക്ക് എത്തിയാൽ എന്താവും അവർക്ക്? കാരണം വീടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ചിന്തകളാണ് വരിക. കൃഷിയും കാര്യങ്ങളും മറ്റും കാണുമ്പോൾ അങ്ങനെ തുന്നവിയായ ചിന്തകൾ വരും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പം പിന്നെ ഹൻദല റളിയല്ലാഹു തആല റസൂലിനോടൊന്ന് പറഞ്ഞ് നാഫഖ ഹൻദല എന്ന് പറഞ്ഞു. എന്താ? ഇസ്ലാമിന് പുറത്ത് തന്നെ, അള്ളാഹുവിൻ്റെ മക്കളെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൻ്റെ പുറത്ത് തന്നെ. അതൊരു സംശയമില്ല, ഞാൻ അവിടേക്ക് എത്തില്ല. ഞാൻ പുരുഷന്മാരാണെന്നുള്ളതിനെ കുറിച്ച് കേട്ടോ. പുരുഷന്മാരാണെന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ എന്തായി തീർന്ന്? മുബ്തദിയും ഫാസിഖായി. അവൻ കാഫിറാണെന്നുള്ള രണ്ട് അഭിപ്രായമുണ്ട്. ഇനി പെണ്ണാണെന്ന് വിശ്വസിച്ചാലോ ഇജ്മാ നിലക്ക് കാഫിർ തന്നെ. അതൊരു സംശയമില്ല. മനസ്സിലായി? ഞാൻ ആ ഭാഗത്ത് എത്തിയിട്ട് അതിൻ്റെ ഉന്നങ്ങോട്ട് ഒന്ന് വിശദീകരിച്ച് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ പുരുഷനാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ഫാസിഖ് മുബ്തദിയായി. ഇനി പെണ്ണാണെന്ന് വിശ്വസിച്ചാൽ ഉറപ്പാണ്, കാരണം കാഫിറാണെന്നുള്ള ഇജ്മാണ്. കാരണം ഖുർആനിലുണ്ടല്ലോ, ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസാ, കാഫിറുകളാക്കി. അൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി, അള്ളാഹുവിന്റെ അടിമകൾ എന്ന് മാത്രം വിശ്വസിപ്പിക്കാൻ പറ്റുന്നതായ മലക്കുകൾ അവർ ആക്കി വെച്ചാൽ അവർ വിശ്വസിച്ചു. ഇനാസൻ, അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചു. അവർ കാഫിറാണെന്ന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാണ്. ഇത്തരം ആളുകൾ മലക്കുകൾ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചാൽ കാഫിറാണെന്നുള്ളത് ഇജ്മാണ്. പക്ഷെ മലക്കുകൾ ആരാണെന്ന് വിശ്വസിച്ച ആള് മുബ്തദി ഫാസിഖാവെന്നുള്ള അഭിപ്രായ വ്യത്യാസമല്ല, കാഫിറാവോ ഇല്ല എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട് താനും. ഇനി അതുപോലെ ഒറ്റം വിശ്വസിക്കുകയാണ് ആണുമല്ല പെണ്ണുമല്ല, ആണുമല്ല പെണ്ണുമല്ല ഹുൻസയാണെന്ന് വിശ്വസിച്ചാലോ അതിനേക്കാൾ പെണ്ണാണെന്ന് വിശ്വസിച്ചതിനേക്കാളും വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് പോവുക. മനസ്സിലായി? അത് കൂടുതലായി അവരെ മോശമായി കാണിക്കലാണല്ലോ. ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞാല് ഹുൻസ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആണുമെന്നോ പെണ്ണെന്നോ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ നപുംസകമെന്നോ അങ്ങനെ ഒരിക്കലും പാടില്ല. മനസ്സിലായില്ലേ? നപുംസകം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും അംശങ്ങൾ കൂടി ചേർന്നവനാ. അവൻ ആണെന്ന് പൂർണ്ണമായിട്ട് ആണുമല്ല, അവൻ പൂർണ്ണമായിട്ട് പെണ്ണുമല്ല, ഇങ്ങനത്തെ ആളല്ലേ. അപ്പൊ ആണുമല്ല പെണ്ണുമല്ല എന്നുള്ളത് കൊണ്ട് ഹുൻസയാണ്, നപുംസകമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അതിനേക്കാൾ പെണ്ണാണെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ
പിന്നെ മോശമായിരിക്കുന്ന വിശ്വാസമായി തീരും. പിന്നെ പെണ്ണാണെന്ന് വിശ്വസിച്ചാൽ കാഫറാവെങ്കിൽ ഹുൻസയാണെന്ന് വിശ്വസിച്ചാൽ എന്തായാലും കാഫറാവുന്നുള്ളതാണ്. ജിന്നുകൾ അങ്ങനെയല്ല. ജിന്നുകളിൽ എന്തുണ്ട് മനസ്സിലാക്കണം. ജിന്നുകളിൽ ആണുണ്ട് പെണ്ണുണ്ട്. ജിന്നുകളിൽ ആണുണ്ട് പെണ്ണുണ്ട്, തിന്നും കുടിക്കും, പിന്നെ നിക്കാഹ് ചെയ്യും, മക്കളുണ്ടാവും, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലക്കുകളെ സംബന്ധിച്ച് അവർ തിന്നൂല, കുടിക്കൂല, ഉറങ്ങൂല, നിക്കാഹ് ചെയ്യൂല, അവർ പിന്നെ സന്താന ഉൽപാദനം നടത്തൂല, അവരെ അമലുകളൊന്നും എന്ത് ചെയ്യില്ല, അവരെ അമലുകളൊന്നും എഴുതപ്പെടൂല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവരെ അമലുകളൊന്നും എഴുതപ്പെടൂല. കാരണം അവരാണ് അമലുകൾക്ക് എഴുതുന്ന കൂട്ടരന് ആരാണ്? മലക്കുകളല്ലേ. അവരുടെ കഴിഞ്ഞ് വേറെ മലക്കുകളുണ്ടാവോ? അത് അവരെ അമലുകളും എഴുതപ്പെടൂല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? മാത്രമല്ല അവരെയും അവർക്കും ഹിസാബില്ല എന്നുള്ളതാണ്. മലക്കുകൾക്ക് ഹിസാബും ഇല്ലാന്ന്. കാരണം എന്തുകൊണ്ട്? അവർ തന്നെയാണ് ഹിസാബ് നടത്തുന്ന ആളുകൾ. ഹിസാബ് നടത്തുന്ന ആളുകൾ ആരാണ്? മലക്കുകളാണ്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ആരാ ഹിസാബ് നടത്തുന്നത്? മലക്കുകൾ. അപ്പൊ മലക്കുകൾക്ക് എന്തില്ല? ഹിസാബും ഇല്ല. അവർക്ക് അവരെ അമലുകൾ എഴുതപ്പെടുകയില്ല, അവരെ അമലുകൾ തൂക്കപ്പെടുകയുമില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് തൂക്കപ്പെടാൻ എന്തില്ല? അവർ പിന്നെ ദോഷകരമായ കാര്യങ്ങൾ അവർക്കില്ല. വലാ തൂസനു അമാലുഹും, മലക്കുകളുടെ അമലുകൾ തൂക്കപ്പെടുകയുമില്ല. മനസ്സിലായില്ലേ? പക്ഷെ ജിന്നുകളെ കൂടുതൽ അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് നമ്മൾ ഖുർആനിലുണ്ട്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാല് പിന്നെ മനുഷ്യന്മാരിൽപ്പെട്ടതായിരിക്കുന്ന ദോഷികൾക്ക് വേണ്ടി അവർ ശുപാർശ നടത്തും. അതുണ്ട്. മനസ്സിലായില്ലേ? മനുഷ്യന്മാരുടെ ബനി ആദമിന്റെ ദോഷികളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവര് ഷഫാഅത്ത്, അവര് എന്താണ്, അവര് പടച്ചവനെ വഗ്ഫിറില്ലദീന താബൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഖുർആനില്. ഈ ദോഷികളെ ആളുകൾക്ക് ദോഷം പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ അവരെപ്പോഴും രംഗത്തുണ്ടായിരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവരെ കാണുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ബഹുമാനപ്പെട്ട സുഹൈമി, ബാജൂരി എന്നിവരൊക്കെ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചോദിക്കാം, നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായി? ഈ നേരത്തെ പറഞ്ഞാൽ ഹൻദല റളിയല്ലാഹു തആല അൻഹു നാഫഖ ഹൻദല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ എന്താ? നിങ്ങൾ ഞാൻ ബാദ് പറയുന്ന സദസ്സിൽ ഉള്ള അതേ അവസ്ഥ പോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ശേഷം നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, അത് തുടർന്നുകൊണ്ട് ആ അവസ്ഥ നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ലസാഫഹതുകുമുൽ മലായികതു ഫിത്തുറുഖ്, അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? മലക്കുകൾ വന്നിട്ട് നിങ്ങളെ കൈപിടിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് റസൂലിന്റെ വാല് കേട്ട് ഉപദേശം കേട്ട് വഹി ഇറങ്ങുന്ന ആ സദസ്സിൽ നിന്നുള്ളായിരിക്കുന്ന ആ ആധ്യാത്മികമായ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് ശേഷം അതേ രൂപത്തിൽ നിങ്ങൾക്ക് നിലനിന്നു പോകാൻ സാധിക്കുമെങ്കിൽ ലസാഫഹതുകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് എന്നുള്ള. അപ്പം ഉണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. മലക്കൾ മുമ്പിട്ടുള്ള ബുഖാരി തന്നെയല്ലേ മൂന്ന് വ്യക്തികളുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നതൊക്കെ, അല്ലേ? ഒരു കഷണ്ടി തലക്കാരനടുക്കലും ഒരു കുഷ്ഠരോഗിന്റെ അടുക്കലേക്കൊക്കെ വന്ന ചരിത്രമൊക്കെ നമുക്ക് കാണാം. ഏതായിരുന്നാലും അപ്പൊ മലക്കുകൾ ശരിക്കും കാണുന്നത് എവിടെ വെച്ചുകൊണ്ടാണ്? സത്വവിശ്വാസികൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവരെ കാണാനും സാധിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ അതാണ് നമുക്ക് കുറഞ്ഞ വിഷയങ്ങൾ മലക്കുകളുമായി ബന്ധപ്പെട്ട ഇതിൽ നമുക്ക് നോക്കാം. കുറച്ച് അതായത് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഓരോ മലക്കുകളെ സംബന്ധിച്ച് അറിവ് കൂടുന്നതനുസരിച്ചിട്ട്, മലക്കുകളെ കുറിച്ച് അറിവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അല്ലേ? അൽ ഈമാൻ യസീദു യൻഖുസു, ഈമാൻ എന്ത് ചെയ്യും? അധികരിക്കുകയും ചെയ്യും, ചുരുങ്ങുകയും ചെയ്യും. അപ്പം മലക്കുകളെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് പിന്നെ വികാസം പ്രാപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും? നമ്മുടെ ഈമാനും വികാസം പ്രാപിക്കും, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈമാൻ വർദ്ധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലിയും കൂടുതൽ ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുറച്ച് വിശകലനത്തിലേക്ക് നമുക്ക് പോവാം. മലക്കുകളെ സംബന്ധിച്ച് മലക്കുകളുടെ അവരുടെ എന്തിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകൾ? ഒന്നാമത്തെ വിഷയം അതാണ്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാലാകുന്നു? ഒരു ഹദീസ് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. എന്താ? അവരുടെ പിതാവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിനാലാണ് എന്ന്
ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് മകൾ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. മർഫൂ ഹദീസാണ്. എന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ വഖുലിഖൽ ജാന്നു മിമ്മാ അർജിം മിൻ നാർ വഖലഖ ആദമ മിമ്മാ വസിഫ ലക്കും. മലക്കുകളെ പ്രകാശത്തിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതെ, മലക്കുകൾ ആണാണെന്നോ പെണ്ണാണെന്നോ കഫറായി. മലക്കുകൾ ആണാണെന്ന് പറഞ്ഞാൽ അതവിടെ പറഞ്ഞു കഴിഞ്ഞത്, മലക്കുകൾ ആണാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മുബ്തദിയും ഫാസിഖുമാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമല്ല, കാഫറാവല്ല എന്നുള്ള രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പെണ്ണാണെന്ന് വിശ്വസിച്ചാൽ ഇജ്മാ നിൽക്ക് കാഫറാവും ചെയ്യും. കാരണം ഖുർആനിൽ തന്നെ കാര്യം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായിരുന്നല്ലോ. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? മലക്കുകൾക്ക് അള്ളാഹുവിന് പെൺകുട്ടികളാണെന്നുള്ള വിശ്വാസമായിരുന്നു. അത് കുഫർ വിശ്വാസമാണെന്ന് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞ കാര്യമാണ്. ഇനി ആണുമല്ല പെണ്ണുമല്ല ഹുൻസയാണെന്ന് വിശ്വസിച്ചാലോ കുഫർ കൂടി. പെണ്ണാണെന്ന് വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ കുഫർ ഏതുകൊണ്ട് വന്നു ചേരും? മലക്കുകളെ സംബന്ധിച്ച് അവർ നവംസകങ്ങളാണ് ഹുൻസയാണെന്ന് വിശ്വസിച്ചാൽ. നേരെ മറിച്ചുകൊണ്ട് ആണുമല്ല പെണ്ണുമല്ല, അതുപോലെ തന്നെ ആണുമല്ല പെണ്ണുമല്ല ഹുൻസയല്ല എന്നാ വിശ്വസിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതോ പിന്നെ അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സൃഷ്ടികളാകുന്നു എന്നാണ് നാം അവരെ കുറിച്ച് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പെൺകുട്ടികളല്ല എന്ന് പ്രത്യേകം വിശ്വസിക്കുകയും വേണം. ഏതായാലാവട്ടെ, അവർ പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ജിന്നുകൾ അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനുഷ്യര് മിമ്മാ ഉസിഫലക്കും, നാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണത്. മിമ്മാ ഉസിഫലക്കും, നിങ്ങൾക്ക് ഖുർആനിലൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടില്ലേ, ആദം മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടു, ജിന്ന് അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടു, മലക്ക് പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ മറ്റൊന്ന്, എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത്? മലക്കുകൾ എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ട അതെപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ആദം നബി അലൈഹിസ്സലാമിന് പിന്നെ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്കൊക്കെ പിന്നെ അതിന് ശേഷം ആക്കാം. വിഷയം എവിടെ എത്തൂല, ഞങ്ങളങ്ങനെ ക്വസ്റ്റ്യൻ അതായിട്ട് പോന്നാൽ. ആദം നബി അലൈഹി സ്വലാമിന് ആദം നബി അലൈഹി സ്വലാമിന് സൃഷ്ടിക്കുന്നതിനേക്കാൾ മുമ്പ് ആര് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. മുമ്പ് പിന്നെ മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ എന്ന് പറഞ്ഞു, പടച്ചവനെ ഞങ്ങളില്ല ഇവിടെ, നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഞങ്ങളില്ല ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ പിന്നെ ഒരു വിഷയങ്ങൾ എടുത്തിട്ടു അള്ളാഹുവിനോട് അല്ലേ. അപ്പോൾ എന്തായി? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ മലക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാം. അത് അത്രമാത്രം നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. എന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കുകയോ അറിയേണ്ടോ കാര്യം നമുക്കില്ല. പക്ഷെ അങ്ങനെ ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാം, ആ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ മലക്കുകൾ ഉണ്ട് എന്ന്. ഇനി നോക്കുക, അവരുടെ സൃഷ്ടിപ്പിന്റെ പിന്നെ എത്രമാത്രം അവരുടെ സൃഷ്ടിപ്പുകൾ കൊണ്ട് എന്നൊക്കെ. അത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പുള്ളത്, മലക്കുകളുടെ സൃഷ്ടിപ്പുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എന്താ അവരുടെ സ്വഭാവ രീതികൾ നോക്കും നമ്മള്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സൂറത്ത് തഹരീം 6-ാമത്തെ ആയത്തിൽ. സത്യവിശ്വാസികൾ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളുടെ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നരകാഗ്നിയെ തൊട്ടുകൊണ്ട് നിങ്ങൾ സ്വയം സൂക്ഷിക്കണം, നിങ്ങളുടെ അഹ്ലികാരുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ സ്വയം നരകത്തിൽ പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം അഹ്ലികാരെ, സന്താനങ്ങൾ, ഭാര്യ, അതുപോലെയുള്ള ആയിരിക്കുന്ന ബന്ധപ്പെട്ട ആളുകൾ നരകത്ത് പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള നരകമാണ്? വഖൂദുഹന്നാസു, അതിൻ്റെ ഇന്ധനം ജനങ്ങളാണ്, മനുഷ്യരാണ്. വൽ ഹിജാറത്തു,
കല്ലുകളുമാണ്. കല്ലാണ് അതിൽ കത്തിക്കപ്പെടുക, മനുഷ്യന്മാരെയും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം ഭീകരമായ നരകത്തെ തൊട്ടുകൊണ്ട് നിങ്ങൾ സ്വയം സൂക്ഷിക്കുകയും വേണം. നിങ്ങളുടെ അഹലുകാരെ നിങ്ങൾ അതിനെ തൊട്ട് സൂക്ഷിക്കേണ്ടതുമാകുന്നു. അലൈഹ മലായിക്കത്തുൻ ഗിലാദുൻ, കടുകടുത്ത സ്വഭാവമുള്ള മലക്കുകളാണ്, കടുകടുത്ത സ്വഭാവമുള്ള മലക്കുകളാണ് ആ നരകത്തിന്മേലുള്ളത്. ഷിദാദുൻ, ഷിദാദ് എന്ന് പറഞ്ഞാൽ യാതൊരു അലിവുമില്ലാത്തവര്. ഷിദ്ദത്ത്, കടുകടുത്ത മനോഭാവം, കടുപ്പമുള്ളവര്, യാതൊരു അലിവുമില്ലാത്ത ഗൗരവ സ്വഭാവമുള്ള മലക്കുകളാണ് നരകത്തിന്മേലുള്ളത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, എന്നാൽ എന്തെങ്കിലും നമ്മുടെ കരച്ചിലുകൊണ്ട് നമ്മൾ എത്രയോ വർഷങ്ങൾ കിടന്ന് കരഞ്ഞ് കാല് പിടിച്ചു എന്തെല്ലാം ചെയ്ത് നോക്കിയാലും അവരെന്തെങ്കിലും ഒരു അലിവ് കാണിക്കുമോ? ഇല്ല. അവരുടെ ഭാഗത്തുനിന്ന് അലിവ് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊക്കെ അല്ലാഹു തആല മുൻകൂട്ടി പറഞ്ഞു തരാം നമുക്ക്. ഇങ്ങനത്തെ മലക്കളാണ് അതിലുണ്ടാവുക. നിങ്ങൾ ഒരു പണി അവിടെ നടക്കൂല. നരകത്തിൽ കടന്നാൽ അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എന്തെങ്കിലും അതിന് നമ്മുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ കണ്ടുകൊണ്ട് മനസ്സലിയുമെന്നും ശിക്ഷ ഇളവ് ലഭിക്കുമെന്നുള്ള മോഹങ്ങളൊന്നും നമുക്ക് വെച്ച് പുലർത്തേണ്ടതില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിനും അവർ എതിര് കാണിക്കൂല. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് പറയപ്പെട്ടതെല്ലാം അവർ പ്രവർത്തിക്കുന്നതുമാകുന്നു. പിന്നെ നമ്മൾ നോക്കുക, അപ്പോൾ ഇതാണ് മലക്കുകളുടെ പ്രകൃതി. മനസ്സിലായില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ പ്രകൃതി നോക്കുമ്പോൾ നമ്മൾ ഹദീസിൽ വന്നത് ചില അവിടങ്ങളിലൊക്കെ ഹദീസിൽ വന്ന ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമുക്കുള്ള ചെറിയൊരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ചില ഒരു ഓർഡർ ഉണ്ടായിക്കൊണ്ടെന്നില്ല, പല വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യും. മലക്കുകളെ സംബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ രൂപം നമുക്ക് നോക്കാം. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാ, റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു, ഫി സൂറത്തി, തന്റെ തനതാ രൂപത്തിൽ. ഒരു ദിവസേ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ തനതാ രൂപത്തിൽ ഇങ്ങനെ കണ്ടു അല്ലാഹുവിന്റെ റസൂല്. എന്താ രൂപം? വലഹു സിത്തുമിയതു ജിനാഹി, 600 ചിറകുകളുണ്ട്. എങ്ങനെ ഉണ്ടാവും ആ രൂപം? സുബ്ഹാനല്ലാഹ്, 600 ചിറകുകളുള്ള രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. എന്നിട്ടോ കുല്ലു ജിനാഹി മിന്നാ ഖദ് സദ്ദൽ ഉഫുഖ്, ചക്രവാളം മുഴുവനും മൂടിക്കിടക്കുന്ന രൂപത്തിലാണ് ഓരോ ചിറകുകളും. ഒരു ചിറക് തന്നെ ചക്രവാളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മേപ്പോട്ട് നോക്കിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയും ആകാശം കൂടി ഇങ്ങനെ തൊട്ടു നിൽക്കുന്നു തോന്നുന്ന സ്ഥലങ്ങളുടെ ചക്രവാളങ്ങള്. അപ്പൊ അത് അതായത് അന്തരീക്ഷം മുഴുവനും നിറഞ്ഞു കിടക്കും. ഒരൊറ്റ ചിറക് തന്നെ, ഒരു ചിറക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള 600 ചിറകുകളുമായിട്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിനെ തനതാ രൂപത്തിൽ കണ്ടത്. യസ്ഖുതു മിൻ ജിനാഹിഹി അത്തഹാവീലു, ചിറകുകളിൽ നിന്നിങ്ങനെ താഴെ വീഴുന്നുണ്ട്. അത്തഹാവീലു, തഹവീലുകൾ എന്ന് വെച്ചാല് വിവിധ വർണ്ണങ്ങളിലുള്ളതായിരിക്കുന്ന വസ്തുക്കൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നുണ്ട്. മിന ദുരിവൽ അവാഖീത്തി, മാണിക്യവും മുത്തിനാലുമുള്ള വിവിധ നിറങ്ങളിലുള്ള മാണിക്യവും മുത്തും ആ ചിറകുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന രൂപത്തിൽ 600 ചിറകുകളുള്ള ഒരു രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആര് കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ കണ്ടത്. മനസ്സിലല്ലേ? സ്നാദുഹു ജയ്യിദുൻ എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസ് കാണാം, റഅയ്തുഹു മുൻഹബിതൻ മിനസ്സമായി, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ജിബ്രീലിനെ. സാദൻ അലമു ഖൽഖിഹി, അതിന്റെ ആ പടപ്പിന്റെ വണ്ണ വലിപ്പം എന്താ അടക്കുന്ന രൂപത്തിൽ, മാ ബൈന സമായി വൽ അർളി, ആകാശഭൂമിക്കിടയിലുള്ള സർവത്തിനെ മറക്കുന്ന രൂപത്തിലുള്ള ഒരു ശരീരത്തിന്റെ വലിപ്പമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി. മനസ്സിലായില്ലേ? വേറെ ആയത്ത് നമുക്ക് കാണാം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദൽ അർശി മക്കീനിൻ മുതായിൻ സമ്മ അമീൻ. കണ്ടോ, മാന്യനായ സൗന്ദര്യവാനായ ഒരു റസൂലിന്റെ ദൂതന്റെ വാക്കാണ് പരിശുദ്ധ ഖുർആൻ. ദീ ഖുവ്വത്തിൻ ഇൻദൽ അർശി, അർശുടവനായ അള്ളാഹുവിന്റെ അരികിൽ അവൻ ശക്തിയുള്ളവനാണ്. മക്കീനിൻ, അവിടെ സ്ഥാനമുള്ളവനാണ്.
മക്കീൻ നറാലി അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള മുത്തായൻ സമ്മ, അവിടെ അംഗീകരിക്കപ്പെടുന്നവനും സ്ഥാനമുള്ളവരും ശക്തവാനുമാണ്, അമീനൻ വിശ്വസ്തനുമാണ്. ഇതൊക്കെ ആരെ പറ്റിയാണ് പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ദിൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷുടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അർഷുടവനാണല്ലോ അള്ളാഹു താല. അപ്പൊ അർഷുടവന്റെ അടുക്കൽ പിന്നെ ശക്തവാനും സ്ഥാനമുള്ളവനും അംഗീകരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമായിരിക്കുന്ന ഒരു മാന്യനായിരിക്കുന്ന ദൂതന്റെ വാക്കുകളാകുന്നു പരിശുദ്ധ ഖുർആൻ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ഒരു കോല പറഞ്ഞിരിക്കുന്നത് 600 ചിറകുകളുള്ള രൂപത്തിൽ ഒരിക്കൽ കണ്ടുവെന്ന്. അപ്പോൾ നമ്മുടെ പിന്നെ ബാക്കവി ഉസ്താദ് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഉസ്താദ് അവരുടെ സമയമാണ്. ഉസ്താദ് കൈപൊക്കിയാൽ ഞാൻ മൈക്ക് വിടാൻ തയ്യാറാണ്. ഉസ്താദില്ലേ, റൂമിലില്ലേ? ഉസ്താദ് മുകളിലേക്ക് വന്നോളൂ. ഞാൻ ഉസ്താദ് വരുന്നത് വരെ അല്പം എടുക്കാമെന്ന് കരുതി വന്നതാണ്. ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് അവസരങ്ങളുടെ സന്ദർഭത്തിൽ ഉസ്താദിനെ താഴെ കണ്ടല്ലോ, നേരത്തെ ഉസ്താദിനെ കണ്ടിരുന്നു. ഉസ്താദിൻ്റെ കയ്യിൽ ഉസ്താദ് മുകളിലേക്ക് വരും. ബാക്കവി ഉസ്താദ് മുകളിലേക്ക് വരണം. ക്ലാസ്സിന് സമയമായാൽ മുകളിലേക്ക് വരണം. നമ്മളിതൊന്നും അവസാനിക്കില്ല. ഇതിപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് പറയാൻ തന്നെ ഒരുപാട് വിഷയമുണ്ട്. 1-2 ദിവസം എന്തായാലും വേണ്ടി വരും. 2 ക്ലാസ് തന്നെ നമുക്ക് മലക്കുകളെ കുറിച്ച് പറയാൻ വേണ്ടി വരും. അപ്പോൾ പിന്നെ അല്ലേ അതരട്ടെ. ഉസ്താദ് വരുന്നവരെ നമുക്ക് നോക്കാം. ഉസ്താദ് വന്നാൽ കൈ പൊക്കണം. ഉസ്താദ് മൈക്കിലേക്ക് വന്നാൽ ഞാൻ മൈക്കോടും. ഇനി പിന്നെ അർശിനെ ചുമക്കുന്നവരായ മലക്കുകളുടെ സ്വഭാവം നമുക്ക് നോക്കാം. അവരുടെ രൂപം എങ്ങനെയാന്നുള്ളത് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് നോക്കാം. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ അഹദി ഹമലത്തുൽ അർശി മാ ബൈന ശഹമത്തി ഉദ്നിഹി വആതിഖി മസീറത്ത് 700 ആം. കണ്ടോ, അർശനെ ചുമക്കുന്നവരായിരിക്കുന്ന മലക്കുകളിൽ നിന്ന് ഒരാളെ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലൊക്കെ കണ്ടണേ. അള്ളാഹുവിന്റെ റസൂൽ കണ്ടതല്ലേ മലക്കുകളെ? സ്വർഗവും നരകവും റിളുവാനെ മാലിക്കിനെ എല്ലാ മലക്കുകളെയും അള്ളാഹുവിന്റെ റസൂൽ പോയി കണ്ടില്ലേ? മിറാജ് ദിനത്തിൽ പോയിട്ട് അല്ലേ? സുഖലോക സ്വർഗവും സിദ്റത്തുൽ മുൻതഹയും അതിനപ്പുറവും എല്ലാം കാണാൻ മഹാഭാഗ്യം ഈ ലോകത്ത് സിദ്ധിച്ച ഒരേ ഒരു വ്യക്തി ആര് മാത്രമാണ്? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അത് കണ്ടവർ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അതിനുണ്ടാകും. അപ്പം എന്താ പറയുന്നത് ഇവിടെ? അർശനെ ചുമക്കുന്ന ഒരാൾ. എത്ര മലക്കുകൾ ഇന്ന് ഇപ്പോൾ അർശനെ ചുമക്കും? ഞാൻ മുമ്പോടെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എത്ര മലക്കുകളാണ് ഇപ്പോൾ അർശനെ ചുമന്നുകൊണ്ടിരിക്കുന്നത്? അർശനെ ചുമക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണ്? അതറിഞ്ഞു കഴിഞ്ഞാൽ നാം വിശ്വസിക്കുന്ന നിർമ്മാണം 4 മലക്കുകളാണ് ഇപ്പോൾ അത് എന്ത് ചെയ്യുന്നത്? അർശനെ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4 പേരും കൂടി കൂടും. എപ്പോൾ? ഖിയാമത്ത് നാളാകുമ്പോൾ 4 പേരും കൂടി കൂടും. അപ്പം എന്തായി? അന്നത്തെ ദിവസം 8 മലക്കുകളായിരിക്കും ചുമക്കുക. ഏതായിരുന്നാലും അപ്പം ഇവിടെ ആ അർശനെ ചുമക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പടപ്പല്ല അർശ് എന്ന് പറഞ്ഞാൽ അല്ലേ? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പടപ്പാണ് അർശ് എന്ന് പറഞ്ഞാൽ. ആ അർശനെ ചുമക്കുന്ന ഒരു മലക്കിനെ സംബന്ധിച്ചാ പറയുന്നത്. കേട്ടോളൂ. മാ ബൈന ശുഹമത്തി ഉദ്നിഹി വആതിഖി, ചെവിയുടെ കുന്നിക്കിടയിലും അതുപോലെ ഈ തോളിന്റെ ഇടയിലും, ചെവിന്റെ കുന്നിയും തോളും തമ്മിൽ, നമ്മുടെ ചെവിയും കുന്നിയും എത്ര വ്യത്യാസം ഉണ്ടാവും? ഒരു അരച്ചാണ്ടാവോ സുഹൃത്തുക്കളെ? നമ്മുടെ ചെവിയും നമ്മുടെ തോളും തമ്മിൽ വ്യത്യാസം അരച്ചാണ് ഉണ്ടാവോ? അരച്ചാണ് ഉണ്ടാവില്ല അല്ലേ? ഉണ്ടെന്ന് വെച്ചോളി, അരച്ചാണ്ടുണ്ടാവുന്ന വെച്ചോളി. ചെവിയുടെയും തോളിന്റെയും ഇടയിലുള്ളതായിരിക്കുന്ന സ്ഥലം വീതിയാ പറഞ്ഞത്. ഇത് മലക്കിന്റെ മസീറത്തു 700 ആം, 700 വർഷം നടക്കാൻ മാത്രം ഉണ്ടെന്നാ പറഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലുഹു. അർശനെ ചുമക്കുന്ന മലക്കിന്റെ ചെവിയുടെയും തോളിന്റെയും ഇടയിലുള്ളതായ ദൂരം 700 വർഷത്തെ വൈദൂരമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മലക്കുകളുടെ പടപ്പിന്റെ രൂപേ സൃഷ്ടിപ്പിന്റെ രൂപമാണ് മനസ്സിലാക്കേണ്ടത്.
ഈ ഹദീസ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നു ഇസ്നാദുഹു സഹീഹുൻ, സഹീഹായ പരമ്പരയോട് ഉദ്ധരിക്കപ്പെട്ടതാണ്. പിന്നെ ആ മലക്കുകൾ എന്താ, വേറൊരു ഹദീസ് കാണാം, മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുബ്ഹാനക ഹൈസു കുന്ത്, സുബ്ഹാനക ഹൈസു കുന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മറ്റൊരു വിഭാഗത്തിൽ ഇങ്ങനെയും കാണാം. ഏത് പക്ഷി, അതായത് ഇപ്പം വാലാ കർണിഹിൽ അർഷ്, പിന്നെ മിൻ ഹമലത്തിൽ അർഷി അൻ മലക്കി മിൻ ഹമലത്തിൽ അർഷി റിജ്ലാഹു ഫിൽ അർദി സുഫ്ല, രണ്ട് പാദങ്ങൾ ഭൂമിയുടെ അന്നടിയിലാണ്, ഭൂമിയിലാണ് പാദങ്ങൾ. തൻ്റെ കൊമ്പിന് മുകളിൽ അർഷ്. അമിൻ ഷുഹമത്തി ഉദിൻഹി വാത്തിഖി ഖഫഖാനു തൈരി 700 വർഷം ഒരു പക്ഷിക്ക് പറക്കാനുള്ള ദൂരമുണ്ട്. ഫയഖൂലു ദാലിക്കൽ മൽക്ക് സുബ്ഹാനക ഹൈസു കുന്ത് എന്ന് പറയുന്നത് കാണാം. മനസ്സിലായില്ലേ? അർത്ഥം പറഞ്ഞു തന്നത്. പിന്നെ ഇനി മലക്കുകൾക്ക് എന്തിൻ്റെ അർത്ഥാണ് വേണ്ടത്? അപ്പം ഹദീസ് ഗ്രന്ഥം മുമ്പിലില്ല, എന്നാലും നമുക്ക് ലാഹിറ നിൽക്ക് കിട്ടുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ ഹദീസിൻ്റെ ഷറഹുകളൊക്കെ നോക്കിയാൽ കൂടുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം പറഞ്ഞത് മനസ്സിലായല്ലോ. ചുരുക്കം പറയാനുണ്ടെങ്കിൽ അർശിനെ ചുമക്കുന്ന ഒരു മലക്കിൻ്റെ ചെവിക്കുന്നിയുടെയും തോളിൻ്റെയും ഇടയിലുള്ള ദൂരം തന്നെ 700 വർഷത്തെ വൈദൂരമുണ്ട് എന്നുള്ള പറയുന്നത്. നടക്കാൻ മാത്രമേ ഒരു പക്ഷി പറഞ്ഞാൽ 700 വർഷം ഒരു പക്ഷി പറഞ്ഞാൽ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും, അത്രയും ദൂരമുണ്ട് ഈ ചെവിക്കുന്നിയുടെയും അതുപോലെ തന്നെ തോളിൻ്റെയും ഇടയിൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ അതാണ് അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ ഒരാളെ പറ്റിയുള്ള പിന്നെ വിവരണമാണത്. മലക്കുകൾക്ക് ചിറകുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം 600 ചിറകുകളുമായിട്ട് അന്തരീക്ഷം മൂടുന്ന രൂപത്തിൽ ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ്. ഇൻഷാല്ലാ എടുക്കുന്ന ക്ലാസ്സിലായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ സമയം കിട്ടാറില്ല, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അപ്പം മലക്കുകൾക്ക് ചിറകുകളുണ്ട്. 2 ചിറകുള്ള മലക്കുകളുണ്ട്, 3 ചിറകുള്ള മലക്കുകളുണ്ട്, 4 ചിറകുള്ള മലക്കുകളുണ്ട്, അതിനേക്കാൾ അധികരിച്ച് ചിറകുള്ള മലക്കുകളുണ്ട്. ഖുർആനിൽ തന്നെ കാണാം. സൂറത്ത് ഫാത്തിർ എടുത്ത് നോക്കൂ. സൂറത്ത് ഫാത്തിർ ആദ്യത്തെ ആയത്ത് തന്നെ എന്താണ്? അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി റസലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാഇ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ചിറകുള്ളവരാക്കിയിട്ട് അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ മുൻ പ്ലാനില്ലാതെ കണ്ട് സൃഷ്ടിച്ചവനായിരിക്കുന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ജാഇലിൽ മലായികത്തി റുസുലൻ, മലക്കുകൾ അവൻ ദൂതന്മാരാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു തആല. ആർക്കിടയിൽ ദൂതന്മാര്? മനുഷ്യർക്കിടയിലും അവന്റെയും ഇടയിൽ, ഖാലിക്കിന്റെയും മഖ്ലൂക്കിന്റെയും ഇടയിൽ, അല്ലെ മനുഷ്യരുടെയും ജിന്നുകളുടെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇടയിലായിരിക്കുന്ന ദൂതന്മാരാക്കിയിട്ടാണ് അല്ലാഹു തആല മലക്കുകളാക്കിയിരിക്കുന്നത്. ആ മലക്കുകൾ എങ്ങനെയുള്ളവരാണ്? ഉലി അജ്നിഹത്തിൻ മസ്നാ, ഈ 2 ചിറകുകളുള്ളവരുണ്ട്, 2 ചിറകുകളുള്ളവരുണ്ട്. വസുലാസ, 3 ചിറകുകളുള്ളവരുണ്ട്. വറുബാ, 4 ചിറകുകളുള്ളവരുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. 4, 5 അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ എന്ത് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാമിന് എത്ര ചിറകാ പറഞ്ഞത്? 600 ചിറകുകൾ. ഓരോ ചിറകും തന്നെ പിന്നെ ചക്രവാളം മുഴുവൻ മൂടുന്ന രൂപത്തിലുള്ളതാണ്. അതിൽ നിന്നിങ്ങനെ മുത്തും മാണിക്യവും വിവിധ വർണ്ണങ്ങളിലുള്ളതായിരിക്കുന്ന മുത്തും മാണിക്യവും പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന രൂപത്തിൽ, അതിസുന്ദരമായ രൂപത്തിലാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ കണ്ടത്. അതാണ്. പിന്നെ ഇനി മലക്കുകളുടെ സൗന്ദര്യം അത് നമുക്കറിയാം അല്ലേ? മലക്കുകളുടെ സൗന്ദര്യം എന്താ? പിന്നെ സൂറത്ത് നജ്മിലെ 5-6 ആയത്തുകൾ എന്താ? ദൂ മിറത്തിൻ ഫസ്തവാ അല്ലമഹു ഷദീദുൽ ഖുവാ ദൂ മിറത്തിൻ ഫസ്തവാ. ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ആര്? നല്ല ശക്തവാനായിരിക്കുന്ന, ഷദീദുൽ ഖുവ, ശക്തവാനായിരിക്കുന്ന മനുഷ്യരാണ്. എന്ന് വെച്ചാൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് നല്ല ഖുവത്താണേ. ആ സദൂബ കൂടി എടുത്തു പൊന്തിച്ചില്ലേ സുഹൃത്തുക്കളെ?
സദൂമേ, ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഒരു 6-7 പട്ടണങ്ങളില്ലേ, ആ 6-7 പട്ടണങ്ങളൊക്കെ ഒരു ചിറകിന്റെ മുകളിൽ ഇങ്ങനെ എടുത്തിങ്ങോട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഈ ദോശ മറച്ചിട്ടുന്ന മാതിരി ഇങ്ങോട്ട് മറച്ചിട്ടെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അത്രമാത്രം ശക്തവാനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഷദീദുൽ ഖുവ ദു മിറത്തിൻ. എന്താ ദു മിറത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിസൗന്ദര്യമുള്ളതാണ്. ദു മൻളറിൻ ഹസനിൻ, അപാരമായ സൗന്ദര്യത്തിന്റെ ഉടമയാകുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മിറത്തിന് ഖുവത്ത് എന്ന് അർത്ഥമുണ്ട്. ഏതായാലും വീട്ടിൽ നല്ല സൗന്ദര്യമുള്ളവരും ശക്തവാനുമാകുന്നു ആര്? ജിബ്രീൽ അലൈഹി സ്വലാം. സാധാരണഗതിയിൽ മനുഷ്യന്മാരെ ഹൃദയത്തിലൊക്കെ തന്നെ എന്തുണ്ട്? മലക്കുകൾ നല്ല സൗന്ദര്യമുള്ളവരാണ് എന്നുള്ള ഒരിതുണ്ട് അല്ലേ? ശൈത്താന്മാരെ പറയുമ്പോൾ എന്തായി? ശൈത്താന്മാരെ പറയുമ്പോൾ ഒരു വികൃത മുഖം അല്ലേ? പിന്നെ തലയിലൊക്കെ 2 കൊമ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു വികൃത മുഖം. ചില മുജാഹിദ് മൗലവിമാരെ ഫോട്ടോ കാണുമ്പോൾ ചിലർ ജിന്ന് ചിലർ പറയലുണ്ട് അല്ലേ? എന്താണ് ആ മുഖത്തിന്റെ ഒരു വൈകൃതമാണ് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ശൈത്താന്മാരെന്ന് പറയുമ്പോൾ ഒരു വികൃത മുഖം എന്ത് ചെയ്യുന്നു? മനസ്സിൽ വരുന്നുണ്ട്. അതേ അവസരത്തിലോ മലക്കുകൾ എന്ന് പറയുമ്പോഴോ നല്ല സൗന്ദര്യത്തിന്റെ ഒരു മുഖവും മനസ്സിൽ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് നല്ല സൗന്ദര്യമുള്ള മനുഷ്യന്മാരെ ആരോട് തുല്യപ്പെടുത്താറുണ്ട്? മലക്കിനോട് തുല്യപ്പെടുത്താറുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആര് കണ്ടപ്പോൾ? മിസ്റിലെ പെണ്ണുങ്ങൾ കണ്ടപ്പോഴേ എന്ത് പറഞ്ഞാ പറഞ്ഞത്? അസീസ് അവിടുത്തെ രാജാവിന്റെ ഭാര്യ യൂസുഫ് നബി സ്വലാമിനെ സ്നേഹിക്കുകയും തന്റെ ഇംഗീതത്തിന് വാങ്ങാതെ വന്നപ്പോൾ അവർ യൂസുഫ് നബി സ്വലാമിനെ ജയിലിലിടുകയും പ്രതികാരം തീർക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം അതെല്ലാം നിരപരാധിയായ യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ നിന്ന് രക്ഷപ്പെടുക ചരിത്രം വലുതാണ്. അതിനൊരു സൂറത്ത് തന്നെ പ്രത്യേകമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് യൂസുഫ് നബിയെ സ്നേഹിച്ചത്? എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കയറി സ്നേഹിച്ചതല്ല. ഞാൻ സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് ഇവിടെ എന്നെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ കഥ പറഞ്ഞുണ്ടാക്കുന്ന ആ മിസ്റിലെ പെണ്ണുങ്ങള് അവരൊന്ന് മനസ്സിലാക്കണമെന്ന് കരുതിയിട്ട് വലിയൊരു സദ്യ ഒരുക്കി, ദർബാറിൽ വെച്ചുകൊണ്ട് സദ്യ ഒരുക്കി എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുത്തു? ഒരു കത്തിയും കൊടുത്ത് ആപ്പിളും കൊടുത്ത് ചെത്താൻ വേണ്ടിയൊക്കെ റെഡിയായിട്ട് പോലെ ഇരിക്കണമല്ലോ. റെഡിയായിട്ട് കത്തി കയ്യിൽ വെച്ച് അത് മുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് യൂസുഫ് അലൈഹി സ്വലാമിനോട് ആ സ്ത്രീകളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഒറ്റ നടക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീകൾക്കിടയിലൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും ഇവര് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ട് പല ആളുകളും ബോധം കെട്ടുപോയി, ചിലത് മരിച്ചുപോയി നിൽക്കണം കേട്ടാ. ചില സ്ത്രീകൾ മരിച്ചുപോയി, ചിലർ ബോധരഹിതരായി വീണുപോയി. കൈ മുറിക്കാത്തവരെ ആരുമില്ല, എല്ലാവരും കൈ മുറിഞ്ഞ്. മനസ്സിലായില്ലേ? അപ്പൊ അവര് പറഞ്ഞെന്താ അറിയോ? ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ്. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പെണ്ണുങ്ങൾ കണ്ടപ്പോൾ ഇത് വലിയൊരു അക്ബർനഹു, വല്ലാത്ത സൗന്ദര്യം, ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അപാരമായ സൗന്ദര്യമുള്ളവരായിട്ട് അവർ കണ്ടു. വഖത്തഅന ഐദിയഹുന്ന, കയ്യങ്ങ് മുറിച്ചുപോയി. കൈ മുറിഞ്ഞു പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. സൗന്ദര്യത്തിൽ ലയിച്ചുകൊണ്ട് കൈ മുറിഞ്ഞത് പെണ്ണുങ്ങൾ അറിഞ്ഞില്ല. വഖത്തഅന ഐദിയഹുന്ന, അവരൊക്കെ കൈകളൊക്കെ മുറിക്കുകയും ചെയ്ത്. വഖുൽന ഹാശ ലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതെന്താണ്? മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇതൊരു മനുഷ്യനാണോ? ഒരിക്കലും മനുഷ്യനല്ല, ഇത് ഒരു മാന്യവാനായ അതിസൗന്ദര്യവാനായിരിക്കുന്ന ഒരു മാലാഖയാകുന്നു യൂസുഫ്. മനുഷ്യനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കൂല. ഒരൊറ്റ വട്ടം കണ്ടിട്ടുള്ളൂ ഓലൊക്കെ, മനസ്സിലായില്ലേ? ഒരൊറ്റ പ്രാവശ്യമല്ല നടന്നങ്ങനെ ഇങ്ങനെ ഒരു മിന്നൽ കണ്ടിട്ടുള്ളൂ. ഒന്നപത്തിന് പോലെ കൈയൊക്കെ മുറിച്ചെങ്കിൽ തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ അടിമയായി 24 മണിക്കൂർ തൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്ന ഞാൻ അവരെ സ്നേഹിക്കുകയും അവരെ വിവാഹം കഴിക്കാൻ, അവരെ പ്രാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് അപാകതയാണ് ഉള്ളത് എന്നുള്ളത് നല്ലൊരു സദ്യ ഒരുക്കിക്കൊണ്ട് അവർക്ക് നല്ല സുന്ദരമായ നിലയ്ക്ക് മറുപടി കൊടുക്കുക ചെയ്തത്. മനസ്സിലായില്ലേ? ആര്? സലീഹ റളിയല്ലാഹു തആല അൻഹ. അവർ പിന്നീട് യൂസുഫ് നബി വിവാഹം കഴിക്കുകയും അവരെ ഭാര്യയുമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലാവട്ടെ, അപ്പോൾ ഉണ്ട് മനസ്സിലായി ഇവിടെ പരിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രയോഗം കൊണ്ട് തന്നെ മലക്കുകളുടെ സൗന്ദര്യം നമുക്കിതിലൂടെ. കാരണം ആ പെണ്ണുങ്ങൾ പറഞ്ഞെന്താ? ഇത് മനുഷ്യനല്ല, ഇത് മലക്കാണ്. സൗന്ദര്യത്തില് ആണ്ടുപോയിട്ട് പറഞ്ഞതാ. പിന്നെ മറ്റൊന്ന്, വാക്കി ഉസ്താദ് വന്നിട്ടില്ലല്ലേ?
അവർക്ക് ഉസ്താദ് നേരത്തെ കണ്ടിരുന്നു, പിന്നെ അവിടെ പോയെന്ന് കണ്ടില്ല. ഉസ്താദിനെ വിളിച്ചപ്പോൾ ഏതാട്ടെ. ഇനിയിപ്പം പിന്നെ മലക്കുകൾക്കിടയിലും മനുഷ്യർക്കിടയിലും എന്തെങ്കിലും സാദൃശ്യത ഉണ്ടോ ഇല്ലേ? സാദൃശ്യത ആവാൻ പറ്റുമോ? അതായത് മനുഷ്യർ രൂപത്തിൽ മലക്കുകൾ വരുമോ ഇല്ലയോ? മലക്കുകൾ വരാം, മനസ്സിലായില്ലേ? മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരാം. നായം പന്നി അല്ലാത്ത എല്ലാ രൂപത്തിലും മലക്കുകൾ പിന്നെ രൂപപ്പെട്ട് വരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ജാബിർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു, കാല ഒരു അലയ്യൽ അംബിയാവു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ മേൽ അംബിയാ മുർസലുകളെ അണിനിരത്തപ്പെട്ടു. ഫൈദാ മൂസ ലർബും മിനർ റിജാലി, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നല്ല ഒരു ഒത്ത മനുഷ്യർ, ഒരു ഒത്ത മനുഷ്യനായിട്ട് മൂസാ നബിയെ എനിക്ക് കാണാൻ സാധിച്ചു. കാന്നഹും റിജാലി ഷനുഅത്ത് കബീലപ്പെട്ട ഒരു മനുഷ്യന്മാരെ ആണുങ്ങളെ പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ രൂപപ്പെട്ടത്. വറഅയ്തു ഈസ ഇബ്നു മറിയം, പ്രവാചകന്മാരെ കുറിച്ച് പറയലല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വറഅയ്തു ഈസ ഇബ്നു മറിയം ഫൈദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫി. ഈസാ നബി ഞാൻ കണ്ടത് സഖീഫ് ഗോത്രക്കാരനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫിയോട് മുഖ സാദൃശ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈസാ നബി എനിക്ക് കാണാൻ സാധിച്ചത്. മനസ്സിലായി? നമ്മളിപ്പോൾ രണ്ടു കൂട്ടരും കണ്ടില്ല. നമ്മളിപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് രൂപം കിട്ടൂല. മനസ്സിലായില്ലേ? വറഅയ്തു ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടു. ഫൈദാ അഖറബു മൻ റഅയ്തു ബി ശബഹം സാഹിബുക്കും, ഇബ്രാഹിം നബിയും ഞാനും എന്നെ പോലെയാന്നാ. അങ്ങനെ റസൂൽ ഞാനെന്നാണല്ലേ പറഞ്ഞത്. ഫൈദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ, ആ ഇബ്രാഹിം നബിയോട് കൂടുതൽ രൂപസാദൃശ്യമുള്ളതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരനാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ വെച്ചാൽ ഞാനാണ്. അപ്പം എന്നെ പോലെയാണ് ആരെ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇസ്മായിൽ നബിന്റെ മക്കളിൽപ്പെട്ട ആളല്ലേ? ഇസ്മായിൽ നബിന്റെ മക്കളിലെ അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത്. അപ്പം പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപസാദൃശ്യമുള്ളത് ആർക്കാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫിയോട് തുല്യമുള്ളതായിട്ട് ശരീഅത്തുൽ ഗോത്രത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകളെ പോലെ തോന്നിക്കും. ആരെ കണ്ടാല്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടാല്. എന്നാൽ നമ്മുടെ സാഹിബായിരിക്കുന്ന ഒരാളുണ്ടല്ലോ, വറഅയ്തു ജിബ്രീല ഫൈദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ ദിഹിയാ. കണ്ടോ എന്താണ്? ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടു. ആ ജിബ്രീൽ അലൈഹി സ്വലാമിനെ രൂപസാദൃശ്യമുള്ള ആളെ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ആൾ ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന അറബികൾക്ക് സുപരിചിതനായിരിക്കുന്ന ഒരാളുണ്ട്. രാജാക്കന്മാരുടെ അടുക്കലേക്കൊക്കെ ദൂതനായി സഫീറായി പോകുന്ന ഒരാളായിരുന്നു ദഹിയത്തുൽ കൽബി. അദ്ദേഹത്തെ പോലെ രൂപസാദൃശ്യനായിട്ടാണ് ആരെ കണ്ടത്? ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടത്. അപ്പം എന്തായി? മലക്കുകൾക്ക് ഇങ്ങനെ മനുഷ്യരൂപം പ്രാപിക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതിന് ഉള്ള തെളിവാണല്ലോ ഇത്. പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് പിന്നെ മനുഷ്യരൂപം പ്രാപിക്കുമ്പോഴാട്ടോ. ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യരൂപം പ്രാപിക്കുമ്പോൾ ആ രൂപത്തിലാണ് വരിക എന്നാണ് ദഹിയത്തുൽ കൽബിയുടെ രൂപത്തിലല്ല, സ്വതവേ ആ രൂപത്തിലാണ് എന്നുള്ളതല്ല ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം. അധിക സമയത്തും ആ രൂപത്തിലാണ് വരാറുള്ളത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ ദഹിയത്തുൽ കൽബി എന്നവരുടെ രൂപത്തിലായിരുന്നു വരാറുണ്ടായിരുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഓക്കെ. കീശേരി മൈക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഓക്കെ. അതങ്ങനെ പലതുണ്ടാവും. നമ്മളിപ്പോൾ നമ്മളെ റൂമിൽ നമ്മളെ അടിമമാർ പരസ്യപ്പെടുത്താത്ത ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് വേറെ ആൾ പറഞ്ഞാൽ നമ്മളെ പ്രവർത്തകന്മാരാരും അതിൽ വഞ്ചിതരാവൂല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കാരണം അങ്ങനെ പലതും നടക്കും. ഈ യഥാർത്ഥ ഒറിജിനലിൻ്റെ പേരിലാണല്ലോ പല ഡ്യൂപ്ലിക്കേറ്റ് വരിക. അള്ളാഹ്ക്ക് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കില്ല പല ആളുകളും, അള്ളാഹു താലാക്ക് തന്നെ. അപ്പോൾ അതിന് പലതുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അർഹിക്കുന്ന അവഗണനയോടെ നമുക്ക് തള്ളിക്കളയാം. പിന്നെ അപ്പോൾ നമ്മൾ നോക്കുക, പിന്നെ ഇനി കൂടുതൽ പിന്നെ ഇൻഷാ അല്ലാഹ് ഔലിയാക്കൾക്ക് മലക്കിനെ കാണാൻ പറ്റുമോ?
മലക്കിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മലക്കുകളെ കണ്ടിട്ടുണ്ട്, ചില സഹാബത്ത് കണ്ടിട്ടുണ്ടെന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ വരുമ്പം മിക്ക സമയങ്ങളിലും സഹാബത്ത് ആരും കാണൂല ജിബ്രീലിനെ. നബിയുടെ അടുക്കൽ വന്നിട്ട് പിന്നെ ഇറക്കി കൊടുത്തുകൊണ്ട് സംസാരിക്കുകയും പോവുകയൊക്കെ ചെയ്യാറുണ്ട്. സഹാബത്ത് അധികം കാണാറില്ല. പക്ഷേ ചില സന്ദർഭത്തിൽ ചില സഹാബികൾ മലക്കുകളെ കണ്ടിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ സഹാബികൾ തന്നെ മലക്കുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകളെ കാണാൻ പറ്റൂല എന്നൊന്നുമില്ല, സാധാരണഗതിയിൽ കാണാറില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന ആളുകൾ സഹാബത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും കാണാൻ സാധിക്കും. അതിലൊന്നും ഒരു മുഹാലായ കാര്യങ്ങൾ, സംഭവ്യമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അതെ, മീക്കാൽ മസ്ജിദ് കീഴക്കര പള്ളിയിലെ മീക്കാൽ മസ്ജിദിനെ സംബന്ധിച്ചുള്ള ചരിത്രമല്ലോ. പിന്നെ എന്താണ്, ഏതായാലും നമുക്കറിയാം ആ സംഭവങ്ങളൊക്കെ. അതെ, സഖ്തുൽ കായരി ദർസ് നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ ആ ദർസിൽ ആര് വന്നിരുന്നു? ഒരു മലക്ക് മീക്കായിൽ അലി ഇസ്ലാം വന്ന് ദർസിൽ കേട്ടിരിക്കുകയും അവർ പോകാൻ നേരം എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് മഴ ആവശ്യമുണ്ടെന്ന് പറയുകയും അങ്ങനെ അതിൻ്റെ ഉടനായിട്ട് മഴ വർഷിക്കുകയും ചെയ്ത ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അലിഫില്ലല്ലോ, അങ്ങനല്ലേ, വേറെ ബെയ്ത്തുണ്ടല്ലോ, ബെയ്ത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അതൊക്കെ മറന്നുപോയി, ഉപയോഗമില്ലാത്തതുകൊണ്ട് അതൊക്കെ മറന്നുപോയി. പിന്നെ ഏതായാലാട്ടെ, അപ്പോൾ അതൊന്നും വിരോധമില്ല, ഔലിയാക്കൾക്കും മലക്കൾ കാണുന്നതിന് വിരോധമില്ല, സാധാരണഗതിയിൽ കുറവാണ്. സുന്നി ഗ്ലോബൽ വാസം പ്രമുഖ പണ്ഡിതന്മാർ ഇന്ന് രാത്രി ഓക്കെ. പിന്നെ ഇനി നമുക്ക് നോക്കാം, ഇനി എന്താ അടുത്തത് നോക്ക്. പിന്നെ മലക്കുകൾക്കുള്ള സ്ഥാനം, മലക്കുകളുടെ സ്ഥാനം നോക്കുക. മലക്കുകളുടെ കൂട്ടത്തിൽ ബദരീങ്ങളുണ്ട്, അങ്ങനെയുള്ള പല വിഭാഗങ്ങളും ഉണ്ട്. നോക്കുക, മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ആളുകൾ ആരാണ്? സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ആളുകൾ ബദരീങ്ങളാണല്ലോ. അതുപോലെ തന്നെ മലക്കുകളുടെ കൂട്ടത്തിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ ബദറിൽ പങ്കെടുത്തതായിരിക്കുന്ന മലക്കുകളാകുന്നു. ബദരീങ്ങൾ എന്ന് പറഞ്ഞാല് സഹാബത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കണ്ട. ആരും കൂടി ഉണ്ട് ആ കൂട്ടത്തില്. അവിടെ അത് തട്ടിപ്പാണ് സുഹൃത്തെ. ജീലാനി ക്ലാസ് റൂം എന്നുള്ളത് അതൊക്കെ കള്ളത്തരീക്കത്തുകാർ കെട്ടിയുണ്ടാക്കിയ ക്ലാസ് റൂമാണ്. അവിടെ അങ്ങനെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇവിടെ ആരും ഇവിടെ ഏറ്റിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതൊക്കെ ആളെ കൂട്ടാൻ വേണ്ടി അവർ നടത്തുന്ന തട്ടിപ്പുകളുടെ ഭാഗമായിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി. SGBയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടുത്തെ അഡ്മിന്മാരും ഉസ്താദുമാരും പറയുകയും അത് ഇവിടെ പരസ്യം ചെയ്യുകയും ചെയ്യും. അതൊന്നും ഇല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരു പ്രചരണവും നിങ്ങൾ വിശ്വസിക്കരുത്. അതിവിടെ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇവിടെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ഇവിടെ എല്ലാവരും അറിയിക്കും എന്ന് മാത്രം അറിയിക്കുകയാണ്. പിന്നെ അതൊക്കെ അത് അർഹിക്കുന്ന അവഗണനയോട് തള്ളിക്കളെ, അതൊന്നും വില കൊടുക്കാതിരിക്കുക. ആ പേര് തന്നെ പറയുന്നത് ശരിയില്ല, അതുകൊണ്ട് പക്ഷെ പറഞ്ഞു പോയതാന്ന് മാത്രം. ഏതായാലാട്ടെ, അപ്പം മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണ് ഏറ്റവും പോരിശയുള്ളത്. ബുഖാരിയിൽ നമുക്ക് കാണാം, റിഫാത്ത് ബിൻ റാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്താ, അന്ന ജിബ്രീൽ അലൈഹിസ്സലാം ജാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങി. ഫഖാല, അവിടെ നിന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, മാ തൗദൂന മൻ ശഹിദ ബദ്റൻ ഫീക്കും. കണ്ടങ്ങള്, മലക്കുകളുടെ ഇടയിൽ പോലും ബദ്രീങ്ങൾ എന്ന് വെച്ചാൽ മലക്കുകളുടെ ഇടയിൽ പോലും മഷൂറ, ഒരു സ്ഥാനമുള്ളവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്താ ചോദിക്കുന്നത്? മാ തൗദൂന മൻ ശഹിദ ബദ്റൻ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തായിരിക്കുന്ന ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അല്ലാഹുവിന്റെ റസൂലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു. ഖുൽതു, ഞാൻ പറഞ്ഞു, ഖിയാറുന, ഞങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമരാണ് അവര്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമരാരാകുന്നു? ബദറിൽ പങ്കെടുത്തായിരിക്കുന്ന ആളുകളാകുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ കാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായികതി ഹും ഇൻദനാ ഖിയാറുൽ മലായിക. എന്നാൽ നബിയെ,
നിങ്ങൾ കൂട്ടത്തിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകള് ബദരീങ്ങളാണ് ഉണ്ടെങ്കിൽ മലക്കുകളാവുന്ന ഞങ്ങളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠവാന്മാര്. വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്ന് ബദർ രണാങ്കണത്തിൽ ഹാജരായിരിക്കുന്ന ആളുകള് ഹും ഇൻദനാ ഖിയാറുൽ മലായിക, ഞങ്ങളുടെ അടുക്കലും ബദരീങ്ങളാ മലക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. മനസ്സിലായില്ലേ? ബദരീങ്ങളാണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഈ മേത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ചൊറിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആരെ ശത്രുക്കളാണ്? ആരെ ശത്രുക്കളാ? സഹാബത്തിന് മാത്രം ശത്രുക്കളല്ല, മലക്കുകളുടെ പോലും ശത്രുക്കളാണവര്, ഈ സമൂഹത്തിന് ശത്രുക്കളാണവര്. അപ്പൊ എന്താ, ഈ മലക്കളുടെ കൂട്ടത്തിലും ഏറ്റവും ശ്രേഷ്ഠവാന്മാരാകുന്നു ബദരീങ്ങളാകുന്നു. സഹാബത്തിന്റെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവർ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായതുപോലെ തന്നെ മലക്കളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. മുസ്ലിമിന്റെ ഹദീസാണിത്, അല്ല പിന്നെ ബുഖാരിയുടെ ഹദീസ്. മനസ്സിലായില്ലേ? അടുത്ത മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അവരാണാണെന്നോ അല്ലേ, ആണാണെന്നോ പെണ്ണാണെന്നോ പറയില്ല എന്ന് പറഞ്ഞു നമ്മള്. എന്താ പറഞ്ഞത്? ആണാണെന്നും പെണ്ണാണെന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞു, അവർക്ക് ഉപ്പയില്ല ഉമ്മയില്ല. അതായത് ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല അവര്. ജനിക്കുമ്പോൾ ഒന്നിരിക്കലും ആണായിരിക്കും, അല്ലെ പെണ്ണായിരിക്കും, അല്ലെ ഉൻസായിരിക്കും. അതൊന്നുമല്ല, അവരങ്ങനെ ജനിക്കാത്തവരായത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റൂല. ഇത് നമ്മൾ പറഞ്ഞത്. നോക്കുക, മലക്കുകളുടെ സ്പീഡ് നമ്മൾ പറയേണ്ടതില്ല. മലക്കുകളാണെന്ന് പെണ്ണാണെന്നുള്ള നമ്മൾ പിന്നെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ മലക്കുകളുടെ സ്പീഡിനെ സംബന്ധിച്ചുകൊണ്ട് ചിലരൊക്കെ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെ അറിയോ? നബിയോട് ഒരു ചോദ്യം, ആരെങ്കിലും ഒരാളൊരു ചോദ്യം ഉന്നയിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ദീനീപരമായ ഒരു മസ്അലയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്കൻഡുകൾക്കുള്ളിലായിട്ട് അതിന് മറുപടി ആയിട്ട് ആരെത്തും? അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറന്നെത്താണ്. എവിടുന്നാ വരുന്നത്? ആകാശ ലോകത്ത് മലക്കോട് ആവാസ കേന്ദ്രത്തിൽ നിന്ന് മലയിൽ ആലേന്ന് ഞൊടിയിട കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ആ ചോദ്യം, ചില അധിക സന്ദർഭത്തിൽ അങ്ങനെ വരും കേട്ടോ. ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും? മറുപടി വൈകും, ചിലപ്പോൾ ദിവസങ്ങളോളം വൈകും. അത് അള്ളാഹു അതിന് പിന്നെ പല ഹിക്മത്തുകളും വെച്ചതിന്റെ പേരിൽ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ചില മറുപടി വൈകാറുണ്ട്. അധിക സമയങ്ങളിലും നബിയോടൊരു ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞതുകൊണ്ട് അതിന് മറുപടി കൊടുക്കുന്നു. ഇത്രക്കും അവനെ സ്പീഡോട് കൂടിയാണല്ലോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് പ്രകാശവർഷം ദൂരെ നിന്നാ വരുന്നത്. ആകാശലോകങ്ങൾ കടന്നു മുറിച്ചുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ അത്രമാത്രം ശക്തിയും സ്പീഡുമുള്ളവരാകുന്നു മലക്കുകള്. സുബ്ഹാനല്ലാഹ്. പിന്നെ അവർ തിന്നുകയില്ല, കുടിക്കുകയില്ല. അതാ നമ്മൾ പറഞ്ഞത്, മലക്കുകൾക്ക് എന്തില്ല? തീറ്റയില്ല, കുടിയില്ല. പിന്നെയോ ഉറക്കമില്ല. ലാ അക്കില ലാ ശുർബ വലാ നൗമ ലഹും, അവർക്ക് ഉറക്കില്ല, തീറ്റില്ല, കുടിയില്ല. നമ്മൾ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടുക്കൽ മനുഷ്യരൂപത്തിലാണ് വന്നത്. മനുഷ്യരൂപത്തിൽ വന്നിച്ചിട്ട് മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള അതും ഇല്ലാന്ന് മനസ്സിലായി. മനുഷ്യരൂപത്തിലായി എന്നുള്ളത് കൊണ്ട് അവർക്ക് വിശപ്പുണ്ടാവോ? ഭക്ഷണം കഴിക്കാൻ വരുമോ? അതുമില്ല. അവർ ആ പ്രകൃതി അത് നിലനിർത്തും. രൂപം മാറിയാൽ പോലും പ്രകൃതിക്ക് എന്ത് ചെയ്യുന്നില്ല? മാറ്റമില്ല. മനുഷ്യനാകുമ്പോ ചിലപ്പോൾ പിന്നെ വെള്ളം കുടിക്കേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെയൊന്നും മലക്കുകളെ സംബന്ധിച്ച് നാം വിശ്വസിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു. അവർ കൈ അതിലേക്ക് നീളാതെ കണ്ടപ്പോൾ അദ്ദേഹം പേടിയായി എന്നുള്ള. ഇബ്രാഹിം നബിക്ക് പേടി തോന്നിയെന്ന് മലക്കൾക്ക് മനസ്സിലായപ്പോൾ എന്ത് ചെയ്ത്? മലക്കൾ എന്ത് ചെയ്ത്? സമാധാനപ്പെടുത്തി. എന്താ പറഞ്ഞത്?
പേടിക്കണ്ട. ഹൽ അതാക ഹദീഥു വൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ് ദഖലു അലൈഹി വഖാലു സലാമാ ഖാല സലാം. ഹൽ അതാക ഹദീഥു വൈഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതിഥികളെ കുറിച്ചുള്ള വാർത്ത നബിയെ താങ്കൾക്ക് വന്നിട്ടില്ലയോ? അൽ മുക്രമീൻ, മാന്യന്മാരായിരിക്കുന്ന അതിഥികളെ, ഇദ് ദഖലു അലൈഹി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് അവർ കടന്നു ചെന്നു. ഫഖാലു സലാമൻ, സലാം അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. ഖാല സലാം, ഇബ്രാഹിം നബി സ്വലാം അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഖൗമുൻ മുൻകറൂൻ, അപരിചിതരായിരിക്കുന്ന ആളുകളാണല്ലോ. ഖൗമുൻ മുൻകറൂൻ, അപരിചിതരായിരിക്കുന്ന ആളുകൾ. ഏതായാലും നമുക്ക് ജിന്നുകൾക്ക് ജിന്നുകൾ രൂപം മാറും, ജിന്നുകൾ രൂപം മാറട്ടാ. ബാക്കി ഉസ്താദ് കൊണ്ടുവന്നിട്ട് ഉസ്താദ് പിന്നെ മൈക്കിലേക്ക് വരെ ഞാൻ നിർത്തുകയാണ്. നേരത്തെ ഉസ്താദിനെ അന്വേഷിച്ചപ്പോൾ കാണാത്തത് കൊണ്ട് വീണ്ടും തുടർന്നതാണ്. ഉസ്താദ് വരുന്നത് വരെയാണ് ഞങ്ങൾ ആദ്യം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ചർച്ചകൾ നമുക്ക് നടത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം വൈകിപ്പോൾ ഉസ്താദിൻ്റെ സമയം കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉസ്താദിനെ അന്വേഷിച്ചത് കാണാത്തത് കൊണ്ടാണ്. ഉസ്താദ് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം, ദുആയിലേക്ക് ഉൾപ്പെടുത്തുകയും വേണമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് മൈക്കിലേക്ക് വന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സൗണ്ട് ഓക്കെ ആണല്ലേ? ഇൻഷാ അല്ലാഹ് വളരെയധികം പഠനാർഹമായ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ചെറൂപ്പ് ഉസ്താദ് ഞങ്ങളുമായി പങ്കുവച്ചത്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവിടുത്തെ വളരെയധികം റാഹത്തുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ ഉതകുന്ന അഖീദ ക്ലാസ് പടച്ച റബ്ബ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഇന്നലെ ഒരാൾ മരണപ്പെട്ടതായിട്ട് PM ചെയ്തിരുന്നു. അല്ലാഹു അദ്ദേഹത്തിനും അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. കട്ട് വരുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് അറിയില്ല, കട്ടില്ലല്ലേ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഏതായാലും സമയം കുറെ വൈകിയതുകൊണ്ട് 1-2 ഹദീസ് മാത്രം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് കാക്കോട്ട് ഉസ്താദ് ഇല്ലെന്നാ തോന്നുന്നത് അല്ലേ? കാക്കോട്ട് ഉസ്താദ് റൂമിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഞാനും 2-3 ദിവസമായിട്ട് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഉണ്ടോ ഉസ്താദ്? തോന്നുന്നു. ഉണ്ടല്ലേ? ഓക്കെ. ഏതായാലും കായക്കോട് ഉസ്താദിന്റെ ക്ലാസ്സിന് സമയമായി വരികയാണ്. ഉസ്താദ് റെഡി ആയിട്ട് നിന്നാൽ മതി. സമയത്ത് ഞാൻ മൈക്ക് കൂടും. 2-3 ദിവസമായിട്ട് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഓക്കെ ഇൻഷാ അല്ലാഹ് കേക്കോട് ഉസ്താദ് ക്ലാസ് റൂമിലുണ്ട്. അല്ലാഹു അവിടത്തേക്ക് മാഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഓക്കെ ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് ഒരു സിയാറത്ത് പോയതായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസം ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ നമുക്കൊക്കെ വളരെയധികം സന്തോഷം പകർന്നുകൊണ്ട് അങ്ങകലെ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 100ഓളം പേർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലേക്ക് കടന്നു വന്ന ആ ഒരു സന്തോഷ വാർത്ത പങ്കെടുക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ ക്ലാസ് അങ്ങനെ കട്ടായി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിലെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ എത്തി നോക്കുന്ന ഒരുപാട് ആളുകൾ ക്ലാസ് റൂമിൽ പലപ്പോഴും വരാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇന്നലെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ
ഇവിടെ ഒരു പക്ഷേ ചോദിക്കുന്ന ആളുകളെക്കാൾ അത് ഫലം ചെയ്യുന്നത് വഹ്വികളാണ് എന്നൊരു തിരിച്ചറിവാണ് ഇന്നലെ നമുക്കുണ്ടായത്. അൽഹംദുലില്ലാഹ്, അവർക്ക് നമ്മൾ സ്വാഗതം ഓതുകയാണ്. അതോടുകൂടെ ഇനിയും ഒരുപാട് വഹാബികൾ ഇതുപോലെ ബൈരക്സിൽ വരുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ പരിചയത്തിലുള്ള വഹാബികളൊക്കെ ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം. അവരിലേക്ക് ന്യായങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ തന്നെ കാരണക്കാരായി എന്നൊക്കെ ചർച്ചടുന്നവരുടെ പ്രതിഫലം കിട്ടും. അത് കണക്കാക്കാൻ സാധിക്കാത്ത അത്ര വലിയ പ്രതിഫലമായിരിക്കും. അല്ലാഹു തആല നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വീകരിക്കുമാറാവട്ടെ.